ശ്രീജിത്ത്, അങ്ങനെ ഈ രണ്ട് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. അവരുടെ വകുപ്പുകൾ മാത്രമാണ് ഇനി അറിയാനുള്ളത്. ശ്രീജിത്ത്. ദിലീപ്, ലീഗുമായിട്ടുള്ള ചർച്ച ഔപചാരികമായി ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ലീഗിന് 5 മന്ത്രിസ്ഥാനം എന്നുള്ള അവരുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാവുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 5 മന്ത്രിസ്ഥാനത്തിന് പുറമെ ഡോക്ടർ MK മുനീറിനെ ഉദ്ദേശിച്ച് ഉള്ള ഒരു ക്യാബിനറ്റ് പദവി കൂടി വേണമെന്ന ആവശ്യം ലീഗ് നേതൃത്വത്തിൽ നിന്ന് ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ആ ആവശ്യം ഇപ്പോൾ സാധിക്കാൻ പ്രയാസകരമാണ് എന്നൊരു നിലപാടാണ് ലീഗ് നേതൃത്വത്തിലുള്ളത്. കാരണം അത് മുഴുവൻ കാര്യങ്ങളുടെയും ബാലൻസ് തെറ്റിക്കും എന്നൊരു അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ 5 മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യം അംഗീകരിക്കും. 2011 മാതൃകയിൽ 5 മന്ത്രിസ്ഥാനം നൽകും. 2011 അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏറെക്കുറെ വ്യവസായം, IT, തദ്ദേശ ഭരണം, പൊതുമരാമത്ത്, സാമൂഹ്യ നീതി വകുപ്പ്, ഹജ്ജ് കാര്യം, ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ അവർക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് ഔദ്യോഗികമായ ചർച്ചയ്ക്ക് ശേഷം ധാരണയാകും. ഇതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത്. അവർക്ക് 7 MLA-മാരുണ്ട്. ലീഗുമായി ബന്ധപ്പെട്ട അനുവാദം ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ PJ ജോസഫ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. എന്നാൽ 2 മന്ത്രിസ്ഥാനം നൽകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും നൽകാമെന്ന പ്രപ്പോസലായിരിക്കും കോൺഗ്രസ് നേതൃത്വം അവർക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. ഒരു വട്ടം ചർച്ച കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് അന്തിമവട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ മന്ത്രിയായി മോൻസ് ജോസഫും ഡെപ്യൂട്ടി സ്പീക്കറായി തോമസ് ഉണ്ണിയാടനും വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പരമോന്നത നേതാവായ PJ ജോസഫിനെ ലക്ഷ്യം വെച്ച് പുറത്തൊരു ക്യാബിനറ്റ് പദവിയാണോ അവർ ആവശ്യപ്പെടുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാകാനുണ്ട്. ഇപ്പോൾ RSPയുടെ ജനറൽ സെക്രട്ടറിയും ചവറ MLA-യുമായ ഷിബു ബേബി ഇവിടേക്ക് ചർച്ചയ്ക്ക് എത്തുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയതാണ്. ജലവിഭവ വകുപ്പ് ആവശ്യപ്പെടാനുള്ള ഔപചാരികമായ ചർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത്. RSP നേതൃത്വം നിയുക്ത മുഖ്യമന്ത്രി VDC ഇപ്പോൾ NK പ്രേമേന്ദ്രൻ കൂടി വരികയാണ്. വകുപ്പ് RSP ആവശ്യപ്പെടുന്ന ഏതായിരിക്കും? നമ്മൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം കൃത്യമായി വിവരം പറയാം. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് RSPയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും പാർലമെന്ററി പാർട്ടി നേതാവുമായ NK പ്രേമേന്ദ്രന്റെ പ്രതികരണം. എന്തായാലും RSPക്ക് കൂടി ഒരു പ്രധാന വകുപ്പാണ് അവർ ആവശ്യപ്പെടുന്നത്. തൊഴിൽ വകുപ്പ് വേണ്ട എന്ന കാര്യം അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ പട്ടികയും ഇന്ന് പ്രഖ്യാപിക്കും. അതാണ് അല്പം മുമ്പ് നമ്മൾ കാണിച്ച സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലുള്ളത്. മന്ത്രിമാരുടെ പട്ടിക, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസിന്റെ പട്ടിക ഇന്ന് തന്നെ ധാരണയാക്കും. അത് ദീപാദാസ് മുൻഷിയും KPC അധ്യക്ഷനും നിയുക്ത മുഖ്യമന്ത്രിയും എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത് ഇന്ന് തന്നെ ഹൈക്കമാൻഡ് കൈമാറും. കാരണം നാളെ ഹൈക്കമാൻഡ് അംഗീകാരത്തോടെ ഈ പട്ടിക തിരിച്ചു വന്നിട്ട് വേണം ഗവർണർക്ക് കൈമാറേണ്ടത്. ഞായറാഴ്ച വൈകുന്നതിനകം ലോക് ഭവനിലേക്ക് ഈ പട്ടിക കൈമാറിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള ഈ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. വിജ്ഞാപനവും മറ്റും ഗവർണറുടെ ഇറങ്ങണമെങ്കിൽ നേരത്തെ തന്നെ ലോക് ഭവനിൽ ഇത് സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി എല്ലാ കാര്യത്തിലും ഒരു തീർപ്പുണ്ടാക്കാനുള്ള തീവ്ര ശ്രമമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ദിലീപ്. ശ്രീജിത്ത് തുടരുക. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് നൽകുന്നത്. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇതിനകം ധാരണയായിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ച മുസ്ലിം ലീഗുമായി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ അത്തരമൊരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരിക. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി വീണ്ടും ചർച്ച, ഒരു വട്ട ചർച്ച നടത്തിക്കഴിഞ്ഞു. 2 മന്ത്രിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും എന്ന നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ തുടർന്നുള്ള നിലപാട് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അവരുമായി ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ 2 ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി വരികയാണ്. ഇനി അറിയേണ്ടത് അവർക്കുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ചാണ്. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ ഒരുപാട് ഘടകങ്ങൾ കോൺഗ്രസിന് നോക്കേണ്ടതുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കേണ്ടതുണ്ട്, സാമുദായിക സന്തുലനം നോക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ ജില്ലകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച കാര്യത്തിലുമൊക്കെ ഇങ്ങനെ പല ഘടകങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചതോടുകൂടി മന്ത്രിസഭയിൽ പിടിമുറുക്കാനായി KC വേണുഗോപാൽ പക്ഷം നിലയുറപ്പിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നോടൊപ്പമുള്ളവർക്ക് മന്ത്രിസ്ഥാനം നൽകണം എന്ന
പിടിവാശിയുമായി നിൽക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ മന്ത്രിസഭയിലേക്കുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഏതായാലും ഇന്നു തന്നെ ഈ മന്ത്രിപ്പട്ടിക കൈമാറും. അങ്ങനെ കോൺഗ്രസിൻ്റെ മന്ത്രിപ്പട്ടികയുമായി മാത്രമായിരിക്കില്ലല്ലോ നിയുക്ത മുഖ്യമന്ത്രി പോവുക. UDFിൻ്റെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയുമായി അങ്ങനെ ലോക് ഭവനിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നാണോ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്? ശ്രീജിത്ത്. ദിലീപ്, കോൺഗ്രസിന്റെ മാത്രം മന്ത്രിപ്പട്ടികയുമായിട്ടായിരിക്കില്ല നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണുന്നത്. അത് സാധ്യവുമല്ല. UDFിന്റെ 21 അംഗ മന്ത്രിസഭയും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടങ്ങുന്ന കത്തുമായിട്ടായിരിക്കും ഗവർണറെ കാണാൻ പോകുന്നത്. എന്നാൽ കോൺഗ്രസിലെ പട്ടികയുമായി ബന്ധപ്പെട്ട് ദിലീപ് സൂചിപ്പിച്ച പോലെ ആ തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഏറെ സങ്കീർണതകളുണ്ട്. കോൺഗ്രസ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്ന് സാമുദായിക പ്രാതിനിധ്യമാണ്. എല്ലാ സമുദായങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു സമീപനം കരുണാകരന്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് കോൺഗ്രസ് അനുവർത്തിച്ചു പോരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമുദായിക സമവാക്യം വിട്ടുള്ളൊരു കളിക്ക് കോൺഗ്രസ് ഒരിക്കലും ഇറങ്ങിപ്പുറപ്പെടുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പ്രധാന മാനദണ്ഡം സാമുദായിക പ്രാതിനിധ്യമായിരിക്കും. മറ്റൊന്ന് പ്രാദേശിക ഘടകമാണ്. മലബാർ, മധ്യ കേരളം, തെക്കൻ കേരളം എന്നിങ്ങനെയുള്ള പരിഗണന കൂടി വരേണ്ടിയിരിക്കുന്നു. അതിലുമേറെ പ്രധാനപ്പെട്ടത് ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് MLA-മാരുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർക്ക് മികച്ച പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട്, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുണ്ട്. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നിന്നുണ്ടാകും. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ കൂടാതെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഇപ്പോൾ 4ാം ടേം ആയിരിക്കുന്ന ആലുവ MLA അൻവർ സാദത്ത് അടക്കമുള്ള ജ്യോതികുമാർ ചാമക്കാലെ പോലെ പുതിയ ആളാണെങ്കിലും പത്തനാപുരം മണ്ഡലം അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചെടുത്ത ആളാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലെ അടക്കമുള്ളവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ള കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഗണനകൾ വരുമ്പോൾ സാമുദായിക സമവാക്യങ്ങളിലെ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയ പേരുകളൊക്കെ കടന്നു വരികയും ചില ആളുകൾ നിലവിലുള്ളവ ഒഴിവാക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും പ്രധാന വകുപ്പുമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ശരിയാണെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടായിരിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് VD സതീശൻ മന്ത്രിസഭയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നിയമവിദഗ്ധൻ കൂടിയായ അദ്ദേഹം റവന്യൂ വകുപ്പിലേക്കാണ് വരിക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും PC വിശ്വനാഥ്, AP അനിൽകുമാർ, T സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, M ലിജു, K ജയന്ത്, ഒപ്പം തന്നെ മറ്റ് M വിൻസെന്റ്, TJ വിനോദ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പല പേരുകളും ഈ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട്. ഇവർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കുക എന്ന കാര്യത്തിൽ ഇന്ന് തീർപ്പാകും. കാരണം ഇന്ന് പട്ടിക ഹൈക്കമാൻഡ് കൈമാറിയാൽ ഹൈക്കമാൻഡ് അംഗീകരിച്ച് മന്ത്രിമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി. ആ സംഘടനാ രീതി പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് ഒരല്പ സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ പട്ടിക ഹൈക്കമാൻഡ് കൈമാറണമെന്ന ഉറച്ച നിലപാടിലാണ് KPC പ്രസിഡന്റ് ഉള്ളത്. കാരണം വൈകിയാൽ നാളെ ഗവർണർക്ക് പട്ടിക കൈമാറുന്ന അടക്കമുള്ള നടപടികളെ അത് ബാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ആ ചർച്ചയിലൂടെ തീർപ്പാക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് റവന്യൂ വകുപ്പുമായി ഒരുപക്ഷെ സണ്ണി ജോസഫ് VD സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തും എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.